ദൈവത്തിന് അതിപരിശുദ്ധമായ നാമം ഈ പൽക്കാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേക പാസ്റ്റങ്ങൾ എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്, നമ്മൾ എല്ലാ ദിവസവും പാട്ട് പാടുന്നുണ്ട്. എല്ലാ കുഞ്ഞുങ്ങളും ശ്രദ്ധിക്കണേ, നമ്മൾ എല്ലാ ദിവസവും പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് ആരെഴുതിയെന്നോ അല്ലെങ്കിൽ ഏത് സാഹചര്യത്തിൽ എഴുതിയെന്നോ ഒന്നും നമുക്കറിയത്തില്ല. എന്നാൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ സാഹചര്യങ്ങളുണ്ട്. ആ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ പാട്ട് പാടി ആശ്വസിക്കാറുണ്ട്, അല്ലെങ്കിൽ നമ്മളത് പാടാറുണ്ട്. ഇന്ന് പകൽ സമയം എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം എന്ന് പറയുന്നത്, ഒരു പാട്ട് എഴുതിയ ആരാണ് ആ പാട്ട് എഴുതിയത്, അത് എങ്ങനെയുള്ള സാഹചര്യത്തിലാണ് എഴുതിയത് എന്നൊക്കെ ഇന്ന് പകൽക്കാലം ഞാനത് പരിചയപ്പെടുത്തരാം. എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, കുഞ്ഞുങ്ങളെല്ലാം ശ്രദ്ധിക്കണം. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. എന്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിൻ ധ്വനി കേൾക്കാറായി. മേഘധ്വനി മുഴങ്ങും, ദൂതരാർത്തു പാടിടും, നാമും ചേർന്നു പാടും തുല്യരായി. ഈ പാട്ട് നമ്മൾ എല്ലാ ആഴ്ചകളിലും ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ പാട്ട് നമ്മുടെ ചർച്ചയിൽ പാടാറുണ്ട്. ഈ എഴുതിയ സാഹചര്യം ഞാൻ പറയാം. പാസ്റ്റർ ജോസഫ് കെ മാത്യു ആണ് ഈ പാട്ട് എഴുതിയത്. 1998 IPC വെണ്ണിക്കുളം സഭയുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ 40 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ആ ദേവദാസിന്റെ ചർച്ചിൽ വെച്ച് നടക്കുവാനിടയായി. വ്യക്തിപരമായി തന്റെ പ്രാർത്ഥനയിൽ താൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമായിരുന്നു, കർത്താവെ, സ്വർഗത്തിലെ ദൂതന്മാർ പാട്ട് പാടുന്നത് പോലെ അതുപോലെ ഒരു പാട്ട് എഴുതുവാൻ എനിക്കൊരു കൃപ ദൈവമേ നീ എനിക്ക് നൽകണമേ എന്ന് ആ ദേവദാസൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. ഉപവാസ പ്രാർത്ഥനയില് തനിക്ക് പാട്ട് പാടാൻ ഒത്തിരി ഇഷ്ടമാണ്. താൻ സംഗീതങ്ങളൊന്നും പഠിച്ചിട്ടില്ലെങ്കിലും ദൈവത്തിനോടുള്ള ആ സ്നേഹം, സ്വർഗീയ ദൂതന്മാർ പാടുന്ന ആ പാട്ട്, അവിടെ എങ്ങനെയാണോ ദൈവത്തെ ആരാധിക്കുന്നത് അതുപോലെ ഭൂമിയിൽ ദൈവമക്കളെ പാടി ആരാധിക്കണമെന്നുള്ള ആ ഒരു ആഗ്രഹം ആ ദേവദാസിന് വളരെയധികം ഉണ്ടായിരുന്നു. ആ ദേവദാസൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നും പ്രാർത്ഥിക്കുമായിരുന്നു ഉപവാസ പ്രാർത്ഥനയിൽ, കർത്താവെ, എനിക്ക് ആ ഒരു പാട്ട് എഴുതുവാനുള്ള ഒരു കൃപ തരണം, എൻ്റെ നാവിന്മേൽ ആ പാട്ട് തരണമെന്ന് ആ ദേവദാസൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെയാണ് ഒരു ദിവസം, താൻ പാട്ടൊന്നും പഠിച്ചിട്ടില്ല, എന്നാൽ മറ്റുള്ളവർക്ക് പ്രയോജനമാവുന്ന നിലയിൽ ആ ദേവദാസിനെ ദൈവം എടുത്ത് ഉപയോഗിക്കുവാൻ ഇടയായി. അങ്ങനെ ദൈവം ആ ദേവദാസിന്റെ പ്രാർത്ഥന കേട്ടു. തൽഫലമായി ഉപവാസ പ്രാർത്ഥന ദിനങ്ങളിൽ ഒരു ദിവസം ശുശ്രൂഷയ്ക്ക് കഴിഞ്ഞ് താൻ വിശ്രമിക്കുമ്പോൾ ഒരു ദർശനം കാണുവാൻ ഇടയായി. ആ ദർശനം എന്ന് വെച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ വരവ് സംഭവിക്കുന്ന സമയത്ത് മൃതന്മാർ ആർത്തു പാടുന്നു. ഭൂമിയിലെ വിശുദ്ധന്മാർ ദൂതതുല്യരായി തീർന്ന് സ്വർഗത്തിലെ പാട്ട് പാടുന്ന കാഴ്ച കണ്ട് ആ ദേവദാസിന് ഉറക്കമുണരുവാൻ ഇടയായി. എങ്ങനെയാണോ ആ സ്വപ്നം കണ്ടത് അതുപോലെ ആ ഒരു ദർശനം തന്റെ ജീവിതത്തിൽ നിറവേറണമെന്ന് വിചാരിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ താൻ പ്രാർത്ഥിച്ചു. അങ്ങനെയാണ് ആ ഒരു പാട്ട് തന്റെ നാവിന്മേൽ ദൈവം കൊടുക്കുന്നത്. നമ്മൾ ഇന്നത്തെ പകൽ സമയം പ്രിയ ആൻമോളിൽ കൂടി കേട്ടു, സ്റ്റോറിയിൽ പറഞ്ഞു ദൈവത്തിന്റെ വരവിനെ കുറിച്ച്. പ്രിയ എലിസബത്ത് ആൻറ്റി ഭാവന പറഞ്ഞപ്പോൾ സ്വർഗത്തിലേക്കുള്ള വഴി അത് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞത് ഇന്നത്തെ കർത്താവിന്റെ വരവിനെ കുറിച്ചാണ്. നമ്മൾ എത്ര പേര് ഒരുങ്ങിയിട്ടുണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി? ഏത് സമയത്തും അത് സംഭവിക്കാം. ഇവിടെ പറയുന്നത്, എൻ്റെ പ്രിയൻ വാനിൽ വരാറായി, കാഹളത്തിന്റെ ധ്വനി കേൾക്കാൻ സമയമായി. നമ്മൾ ഒരുങ്ങിയിട്ടുണ്ടോ? ഈ പ്രിയ ദേവദാസന്റെ ആഗ്രഹമായിരുന്നു ഈ എല്ലാ ദൈവമക്കളും ഈ പാട്ട് പാടി ആരാധിക്കണമെന്നുള്ളത്. അത് ദൈവത്തിന്റെ ഹിതപ്രകാരം ആ ദേവദാസനിൽ കൂടി ആ പാട്ട് എഴുതുവാൻ ദൈവം ഇടയാക്കി, പാസ്റ്റർ ജോസഫ് കെ മാത്യു. അതുകൊണ്ട് ഇന്ന് പകൽ സമയം നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാൻ പറ്റുന്നവർക്കെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട് നമുക്ക് ആ ഗാനം ഇന്ന് പാടി ദൈവത്തെ ആരാധിക്കാം. എല്ലാ ദൈവം, നമ്മുടെ പ്രത്യാശ അതാണ്. എല്ലാവർക്കും എഴുന്നേക്കാം. കുഞ്ഞു കുട്ടികളെല്ലാം എഴുന്നേറ്റ് നമുക്ക് ആ പാട്ട് പാടി ദൈവത്തെ ഒന്ന് ആരാധിക്കാം.